നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭദ്രേ നാരായണ. മീനഭരണി നാളിൽ ഭദ്രകാളിക്ക് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കൊടുങ്ങല്ലൂർ, ശാർക്കര, കൊല്ലങ്കോട് തുടങ്ങി ഒട്ടനവധി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസമാണ് ഉത്സവം നടക്കുന്നത്. മീനഭരണി നാളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ രാവിലെയും വൈകുന്നേരവും സന്ദർശനം നടത്തി തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ മീനഭരണി ഏപ്രിൽ 1 ചൊവ്വാഴ്ചയാണ് വരുന്നത്. ദേവി എന്നല്ല, അമ്മ എന്നാണ് ഭക്തരെല്ലാം ഭദ്രകാളിയെ വിളിക്കുന്നത്. ഇത്രമാത്രം ആത്മബന്ധമുള്ള സംഹാരമൂർത്തിയായ മറ്റൊരു ഭഗവതിയില്ല. ആദിപരാശക്തിയായ ഭഗവതിയുടെ രൗദ്രരൂപമാണ് ഭദ്രകാളി. അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനം സമ്മാനിച്ച് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ദേവി അവതരിച്ചത്. ഭദ്രകാളി ദേവിയെ ഉപാസിക്കുന്നവർക്ക് വളരെ വേഗം തന്നെ ശത്രുദോഷവും ദൃഷ്ടിദോഷവും അകലുന്നതാണ്. മീനഭരണിക്ക് ഒരിക്കലെടുത്ത് ഭദ്രകാളി പ്രീതി നേടുന്നത് മികച്ച ചൊവ്വാദോഷ പരിഹാരമാണ്. തലേ ദിവസം തന്നെ വ്രതമെടുത്ത് മത്സ്യമാംസാദികൾ കഴിക്കാതെ വ്രതമാചരിക്കാം. ബ്രഹ്മചര്യം പാലിക്കണം. പുലവാലായ്മയുള്ളവർ വ്രതമെടുക്കരുത്. 2 നേരം നെയ്വിളക്ക് തെളിയിച്ച് അമ്മയെ പ്രാർത്ഥിക്കാം. കാര്യസിദ്ധിയാണ് മീനഭരണി വ്രതത്തിന്റെ ഫലം. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ആ തടസ്സം നീങ്ങിക്കിട്ടാൻ ഈ വ്രതം വളരെ ഉത്തമമാണ്. മീനഭരണി നാളിൽ 2 നേരവും കുളിച്ച് കാളീസ്തുതികൾ ചൊല്ലേണ്ടതാണ്. ദേവിയുടെ സുപ്രധാനമായ മൂലമന്ത്രമാണ് പ്രധാനമായും ചൊല്ലേണ്ടത്. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളി നമഃ. ഈ മന്ത്രം 48 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടതാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മൂലമന്ത്രമാണ് ഇത്. വളരെയധികം അത്ഭുത ശക്തിയുള്ള ഈ മന്ത്രം നിത്യേന ജപിക്കാനും നല്ലതാണ്. ശത്രുദോഷം മാറി കാര്യസിദ്ധി നടക്കാൻ വളരെ അനുയോജ്യമാണ് ഈ ഒരു മന്ത്രം. ദിവസേന ഈ മന്ത്രം 11, 21, 48, 108 തവണകൾ ചൊല്ലുന്നവർക്ക് വിളിപ്പുറത്ത് ദേവി ഉണ്ടായിരിക്കുന്നതാണ്. കാര്യവിജയം ഉറപ്പാണ്. മീനഭരണി നാളിൽ ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, ഭദ്രകാളി അഷ്ടോത്തരം എന്നിവയെല്ലാം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. തെളിഞ്ഞ മനസ്സോടെയുള്ള ഭക്തന്റെ പ്രാർത്ഥന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ദുരിതങ്ങളെയും അതിജീവിക്കാൻ അമ്മയുടെ കരുതൽ പോലെ ദേവി ഭക്തരെ തുണയ്ക്കും. നാളത്തെ ദിവസം ദേവിക്ക് കടും പായസം, ഗുരുതി, ചുവന്ന പട്ട് അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള വഴിപാടുകൾ ദേവിക്കായി സമർപ്പിക്കാവുന്നതാണ്. അന്നേ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ഭദ്രകാളി നാമങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളി മന്ത്രങ്ങൾ ഭക്തിയോടെയും നിഷ്ഠയോടെയും ജപിച്ചാൽ ഫലസിദ്ധി അതിവേഗത്തിൽ ലഭിക്കുന്നതാണ്. മീനഭരണിക്ക് ഭഗവതിയെ തൊഴുതാൽ മാറാ രോഗങ്ങൾ വരെ നീങ്ങുന്നതാണ്. എല്ലാ ഭക്തർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഭദ്രേ നാരായണ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി അറിയിക്കാവുന്നതാണ്. ഭദ്രേ നാരായണ.